ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. MCA അഡ്മിഷൻ 2024 സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ബാലൻസ് വേക്കൻസി ഉള്ള സീറ്റ്സ് എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് LBS സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ August 13 11 AM ആകുമ്പോൾ സ്റ്റാർട്ടാവും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോളേജ് ലിസ്റ്റൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഓപ്ഷൻസൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ അറിയത്തില്ല. നാളെ August 13 ആയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ്, സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും ഫൈനൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇതിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ടൈം 11 AM ആണ്. August 13 സ്റ്റാർട്ടാവും. ആൻഡ് ഇതിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. പ്രോസ്പെക്റ്റിൽ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ സ്റ്റുഡൻസ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻ്റ് ഒക്കെ വന്നിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തില്ലേ, അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ, പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് NOC സർട്ടിഫിക്കറ്റ് വേണം, നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇത് കിട്ടിയാലേ നിങ്ങൾക്ക് സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ അലോട്ട്മെൻറ്റിൽ സ്പോട്ട് ഓർ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എന്തെങ്കിലും കോളേജ് കിട്ടിയാൽ നമ്മൾ ആ കിട്ടുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അലോട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിൽ മസ്റ്റായിട്ട് അഡ്മിഷൻ എടുക്കണം. എന്നാലേ ഫ്യൂച്ചറിൽ ഫർദറായിട്ട് എന്തെങ്കിലും അലോട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നെക്സ്റ്റ് വൺ ആണ്, ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ഒരു കോളേജ് കിട്ടിയപ്പോൾ നമുക്ക് ടോക്കൺ ഫീ അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നില്ലേ, അതേപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും കോളേജ് കിട്ടിയിട്ട് നമുക്ക് ടോക്കൺ ഫീ പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് രണ്ട് അലോട്ട്മെൻറ്റിലും ടോക്കൺ ഫീ അടയ്ക്കാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ദെൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും വേറെ കോളേജസിലൊക്കെ വേക്കൻസി വരുവാണെങ്കിൽ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരും, അതിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ അത് സൈറ്റ് ഓപ്പൺ ആയതിന് ശേഷം അപ്ലോഡ് ചെയ്യാം. ബിക്കോസ് ഇപ്പോൾ എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഇതിൽ നമുക്ക് ടോക്കൺ ഫീ അടയ്ക്കാത്ത സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഓൾറെഡി അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് NOC സർട്ടിഫിക്കറ്റ് വേണം. NOC ഇല്ലാതെ ഈ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയാൽ കിട്ടുന്ന കോളേജിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തില്ലെങ്കിൽ ഫർദർ അലോട്ട്മെൻറ്റ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ചിലപ്പോൾ ഇതായിരിക്കും LBS നടത്തുന്ന ഫൈനൽ അലോട്ട്മെൻറ്റ് ഫോർ MCA അഡ്മിഷൻസ്. ഇനി വേക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരും. സ്പോട്ട് അലോട്ട്മെൻറ്റ് കോളേജ് ലെവലായിരിക്കും. താങ്ക് യു.